പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ പുരോഹിതരെയും സമർപ്പിതരെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും സമർപ്പിതരെയും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, ജ്ഞാനം, ബുദ്ധി, വിവേകം, അറിവ്, ദൈവഭക്തി എല്ലാ കൃപകളാലും നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കുരിശു മനഃശക്തിയാൽ ഞങ്ങളുടെ വൈദികരെ, ഞങ്ങളുടെ ഇടയന്മാരെ, സമർപ്പിതരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് മുതൽ 9 ദിവസത്തേക്ക് വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കുവാൻ വേണ്ടി കരമുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈശോ, ആ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് അനേക മക്കളെ അനുഗ്രഹിക്കേണ്ട അഭിഷിക്ത കരങ്ങൾ. അതോടൊപ്പം തന്നെ വിളിക്കപ്പെട്ട വൈദികരുടെ അവിശ്വസ്തതയോർത്ത് വേദനയോടെ പ്രത്യക്ഷപ്പെട്ട് വൈദികർക്ക് വേണ്ടി പ്രാശ്ചിത്തം ചെയ്ത് ത്യാഗമനുഷ്ഠിച്ച് വിശ്വസ്തരായും വിശുദ്ധിയിലും ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വലിയ സന്ദേശം നൽകി പ്രത്യക്ഷപ്പെട്ട റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ നമ്മൾ ഈ 9 ദിവസം ഇടയന്മാർക്ക് വേണ്ടി കരങ്ങളുയർത്തി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, വലിയൊരു ആത്മീയ പോരാട്ടം ഇന്ന് നടക്കുകയാണ്. പൈശാചിക സ്വാധീനങ്ങൾ, അന്ധകാര ശക്തികൾ സകലമാന മേഖലകളും അടിമപ്പെടുത്തിയിട്ടുന്ന പോലെ അന്ത്യക്രിസ്തുവിന്റെ ശക്തമായ പ്രവൃത്തികൾ പല സമൂഹത്തിലൂടെ, മീഡിയയിലൂടെ, പല ആധിപത്യ ശക്തികളിലൂടെ നടക്കുമ്പോൾ കർത്താവിന്റെ അഭിഷിക്തർ വിളിക്കപ്പെട്ട വെളിയോട് വിശ്വസ്തത പുലർത്തി അതിശക്തമായിട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ ഇന്ന് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-15 തിരുവചന ഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നവനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. കർത്താവ് ഒരു പുരോഹിതനെ, ഒരു സമർപ്പിതനെ വിളിക്കുന്നത് തന്നോട് കൂടെ ആയിരിക്കാനാണ്. തന്നോട് കൂടിയായിരിക്കുക. നമ്മൾ ആ ഒരു അഭിഷേകത്തിന് വേണ്ടി, നമ്മുടെ വൈദികർക്ക് വേണ്ടി, അതിശക്തമായിട്ട് ഇടയന്മാർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തന്നോട് കൂടെയായിരിക്കുന്ന ഒരു വലിയ അഭിഷേകം ഈശോയുടെ വലിയ ആഗ്രഹമാണ്. താൻ വിളിച്ച മക്കള് തന്നോട് കൂടെ ആയിരിക്കണം. അതിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. തൻ്റെ കൂടെയായിരുന്നു തൻ്റെ ശക്തി സ്വീകരിച്ച്, തൻ്റെ അധികാരം സ്വീകരിച്ച്, തൻ്റെ ജീവൻ സ്വീകരിച്ച്, തൻ്റെ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് അനേകരിലേക്ക് തൻ്റെ ശക്തി പ്രകടമാക്കാൻ, കൃപ നൽകാൻ, ജീവൻ നൽകാൻ ഈശോ തന്നോട് കൂടെ ആയിരിക്കാൻ വേണ്ടി ശിഷ്യന്മാരെ വിളിച്ചു. ഇൻസിനു ജേസു എന്നൊരു പുസ്തകമുണ്ട്. ഒരു ബെനഡിക്റ്റൻ സന്യാസിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന കുറെ കാര്യങ്ങളാണ്. ഇൻസിനു ജേസു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വശത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അന്ത്യത്താഴ വേളയില് യോഹന്നാൻ ഇരുന്ന സ്ഥലത്ത് യോഹന്നാനെ പോലെ എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ എന്ന് തന്റെ വൈദികരോടും വിളിക്കപ്പെട്ട സന്യസ്തരോടും ഈശോ ആവശ്യപ്പെടുകയാണ്. യോഹന്നാൻ ഇരുന്നത് പോലെ ഈശോയുടെ അരികില്, അവന്റെ വക്ഷത്തിൽ ചേർന്ന്, അവന്റെ ചങ്കിന്റെ ചൂടറിഞ്ഞ് കർത്താവിനോട് ചേർന്നിരുന്ന പോലെ എൻ്റെ അഭിഷിക്തര്, എൻ്റെ സന്യസ്തര് എന്നോട് ചേർന്നിരിക്കുമോ എന്ന് ഈശോ ചോദിക്കുക. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിന്റെ ഹൃദയം അറിഞ്ഞ് കർത്താവിന്റെ ശക്തിയും ജീവനും കൃപയും നിറച്ച് ആ കൃപയുടെ ശക്തിയുടെ ഉറവിടങ്ങളായിട്ട് മാറി
സുവിശേഷം പ്രസംഗിച്ച് പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരവും ശക്തിയും സ്വന്തമാക്കിക്കൊണ്ട് കർത്താവിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ കർത്താവ് വിളിച്ച അഭിഷിക്ത. അതിനുവേണ്ടി വലിയ പ്രാധാന്യം കൊടുക്കണം. അതിനുവേണ്ടി കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ. ഇന്ന് നമ്മൾ പല കാര്യങ്ങൾ ഈ മേഖലയിൽ കാണുന്നു, കേൾക്കുന്നു. ഞാൻ എപ്പോഴും പറയും, 1 മണിക്കൂറെങ്കിലും ദിവ്യഗാന സന്നദ്ധിയിൽ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ, പല പല പ്രലോഭനങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, അനേക മക്കൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, പൈശാചിക സ്വാധീനങ്ങൾ കടന്നു വരുമ്പോൾ, മണിക്കൂറുകൾ ദിവ്യഗാനത്തിന് മുമ്പിലിരുന്ന് കർത്താവിൻ്റെ കൂടെ ഇരുന്ന്, കർത്താവിൻ്റെ കൂടെ ആയിരുന്ന്, വർഷത്തിൽ ചാരിക്കിടന്ന് കർത്താവിനോട് ചോദിച്ച് ആ ശക്തി അനേകരിലേക്ക് പ്രകടമാക്കുന്ന ദൈവബന്ധമുള്ള സന്യസ്തരും ഇടയന്മാരും വൈദികരും ഇന്ന് വേണം. മോശയും ജോഷുവയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ കൂടാരത്തില്, ആ സമാഗമ കൂടാരത്തില് സ്നേഹിതനോടുന്ന പോലെ മുഖാഭിമുഖം ദൈവത്തോട് സംസാരിച്ച് മോശ ഇറങ്ങിപ്പോകുമ്പോഴും ഇറങ്ങിപ്പോകാതെ ആ കൂടാരത്തിൽ തന്നെ ഇരുന്ന യുവാവായ ജോഷുവ, അവനോട് കർത്താവ് പറഞ്ഞു, നീ തോൽപ്പിക്കപ്പെടില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവിന്റെ കൂടെ ഇരുന്ന് കർത്താവുമായുള്ള ബന്ധം ആഴപ്പെടുത്തി കർത്താവിനെ കൂടെ നിർത്താൻ ആ മോശയോടെ കർത്താവ് പറഞ്ഞ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. അവിടെ അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം 32-ാം അധ്യായത്തിന്റെ ബാക്കിയാണ്. ഞാൻ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞ ദൈവം. മോശ പറഞ്ഞ, അങ്ങ് വന്നേ പറ്റൂ, അങ്ങ് വരാതെ ഞങ്ങൾ പറഞ്ഞു വിടരുത്. അങ്ങനെ ദൈവത്തോട് വാശി പിടിച്ച് ദൈവത്തെ വിളിച്ച് ഇറക്കി ഇടപെടുത്തിക്കുന്ന ബന്ധമുള്ള മോശ. ഈ ഒരു ബന്ധമുള്ള അനേകം വൈദികര്, അനേക സന്യസ്തര്, ഇടയന്മാരാകുന്ന അഭിവന്യ പിതാക്കന്മാരും വൈദികരും വിളിക്കപ്പെട്ട സന്യസ്തരും, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ ഉണരണം. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ വലിയൊരു ആഗ്രഹമാണ്. എൻ്റെ വിളിക്കപ്പെട്ട മക്കള് എന്നോട് കൂടെയായിരിക്കും. ഇന്ന് പല പല വ്യഗ്രതകളിൽ, ശുശ്രൂഷകളിൽ, പല പല പ്രവൃത്തികളിൽ പെട്ടിട്ട് ഇന്ന് നമ്മൾ വിളിക്കപ്പെട്ടവർക്ക്, നമ്മുടെ അച്ഛന്മാരുടെ സിസ്റ്റേഴ്സ് ജോലി എന്താണ്? ദൈവവിചാരം ജോലി. ആ ജോലി മാത്രം മറന്നിട്ട് ബാക്കി എല്ലാത്തിൻ്റെ പിന്നാലെ പോകുന്ന അനേകം വൈദികര്, അനേകം സന്യസ്തര് ഇന്ന് നമ്മുടെ സഭയുടെ, ഈ ലോകത്തിന്റെ തന്നെ നാശത്തിന് കാരണമാണ്. കഴിഞ്ഞ ദിവസം ഒരച്ഛൻ പറയായിരുന്നു, അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തില് ഒരച്ഛൻ വന്നിട്ട് 3 വർഷമായി. അച്ഛൻ പറയും, ഒരിക്കൽ പോലും ഈ അച്ഛൻ ആരാധന ചാപ്പലുണ്ട് അവിടെ കയറുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ വിഷമം പറയാ. പ്രിയമക്കളെ, ദിവ്യകാരുണ്യ ബന്ധം, നിത്യാരാധന, സക്രാരി ബന്ധം, ആ ഈശോയുടെ കൂടെ ഇരുന്ന് ഈശോ ബന്ധത്തിൽ ആഴപ്പെട്ട, അതാണ് ഈശോയുടെ ഏറ്റവും വലിയ വേദന. ഞാൻ ദിവ്യ സക്രാരിയില്, നിത്യാരാധനയില് ഞാൻ സജീവ സാന്നിധ്യം നൽകി എഴുന്നള്ളിയിരുന്നിട്ട് എൻ്റെ മക്കൾക്ക് എൻ്റെ അടുത്ത് വരാൻ, എൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ലാത്ത വൈദികര്, മറ്റു പലതിനും സമയമുണ്ട്. വിളിക്കപ്പെട്ട വിളിയോട് വിശ്വസ്തത പുലർത്തി ദൈവത്തിന്റെ കൂടെ ഇരുന്ന് കർത്താവിന്റെ ഹൃദയമറിഞ്ഞ് കർത്താവിന്റെ ശക്തി ആവാഹിച്ചെടുത്ത് കൃപയുടെ ഉപകരണങ്ങളായിട്ട് മാറേണ്ടവര്, അതിന് മാത്രം സമയമില്ല. ഒത്തിരിയേറെ വൈദികര്, ഒത്തിരിയേറെ സന്യസ്തര്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അതിനു വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. വൈദികർ വിളിക്കപ്പെട്ടത് അതിനു വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ്, വേറെ ഒന്നിനും വേണ്ടിയില്ല. ഈശോയുടെ കൂടെ ഇരിക്കുക, ആ ശക്തി ആവാഹിച്ചെടുക്കുക, ആ പ്രവൃത്തികൾ, കർത്താവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്ന വലിയ അഭിഷേകം. അതോടൊപ്പം തന്നെ അനേകം മക്കൾക്ക് വേണ്ടി കരം വിരിച്ച് ദിവ്യഗാന സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന അനേകം വൈദികരും അഭിവന്യ പിതാക്കന്മാരും സന്യസ്തരും കൊണ്ട് നമ്മുടെ സഭ നിറയപ്പെടണം. ഇഷ്ടംപോലെ ആളുകളുണ്ട്, വൈദികരുണ്ട്, അഭിവന്യ പിതാക്കന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ തന്നോട് കൂടെയായിരുന്നു കർത്താവിന്റെ മനസ്സറിഞ്ഞ് കർത്താവിന്റെ ശക്തി സ്വീകരിച്ച് വിശുദ്ധിയുടെ കരുത്തോടെ കർത്താവിന്റെ കൃപ പകർന്നു കൊടുക്കുന്ന അനേകം വൈദികരും സന്യസ്തരും ഇന്ന് ഉണരണം. നമ്മൾ അതിനു വേണ്ടി, നമ്മുടെ വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കണം മക്കളെ. ഇന്നത്തെ നമ്മുടെ ജപമാലകള്, കരുണയുടെ ജപമാലകള്, ദിവ്യഗാന സന്നിധിയിൽ പോകാൻ പറ്റുന്ന മക്കള് ദിവ്യഗാന സന്നിധിയിൽ പോയിരുന്ന് നമ്മുടെ വൈദികർക്ക് വേണ്ടി, നമ്മുടെ അഭിവന്യ പിതാക്കന്മാർക്ക് വേണ്ടി
വിളിക്കപ്പെട്ട സന്യസ്തർക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കും. അതിനുവേണ്ടി മാത്രം വിളിക്കപ്പെട്ടിട്ട് അതിനോട് വിശ്വസ്ത പുലർത്താത്ത അനേകം വൈദികരെ കുറിച്ച്, തന്റെ തിരുക്കുമാരനെ പറ്റിക്കുന്ന, നിങ്ങൾ ചതിക്കുന്ന, വേദനിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന അനേകം വിളിക്കപ്പെട്ടവരെ കുറിച്ച് വേദനിച്ചുകൊണ്ടാണ് റോസാ മിസ്റ്റിക്ക മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന വൈദികർക്ക് വേണ്ടി, സമർപ്പിതരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാശ്ചിത്തം ചെയ്ത്, ത്യാഗം ചെയ്ത് അതിശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണമെന്ന് റോസാ മിസ്റ്റിക്ക മാതാവ് പറയാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ വൈദികരുടെ രാജ്ഞിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ജോൺ മരിയ വിയാനിയെ പോലെ മണിക്കൂറുകൾ ദിവ്യഗാന സന്നിധിയിലിരുന്ന് അനേകം ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി കുമ്പസാരക്കൂട്ടില് മടുക്കാതിരുന്ന് അവർക്ക് കൃപയുടെ ഉപകരണമായിട്ട് മാറിയ ജോൺ മരിയ വിയാനി, വിശുദ്ധ പാദ്രി പിയോ, അനേക വിശുദ്ധാത്മാക്കള്, വിശുദ്ധരായ വൈദികര്, അവരുടെയൊക്കെ മാധ്യസ്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വൈദികരായ ഞങ്ങൾ ഓരോരുത്തരും, വിളിക്കപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകത്തോടെ, കരുത്തോടെ, വിശുദ്ധിയോടെ, ശക്തിയോടെ കത്തിച്ചൊലിച്ചു നിൽക്കാൻ, ഈശോബന്ധത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ ഇടയാകട്ടെ. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സാധിക്കുന്ന മക്കള് ഉപവാസമെടുത്ത് പ്രാശ്ചിത്തം ചെയ്ത് ഒത്തിരിയേറെ ജപമാലകൾ ചൊല്ലി, കരുണക്കൊന്തകൾക്ക് ചൊല്ലി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അല്പസമയ ദിവ്യഗാന സന്നദ്ധിയിൽ നമ്മുടെ വൈദികരെ എല്ലാവരും സമർപ്പിക്കാം. നമ്മുടെ വൈദികര് നമ്മുടെ മക്കളാണ്, സഭയുടെ സ്വത്താ. നമ്മുടെ രക്ഷയ്ക്ക് അവർ വേണം. ആശീർവദിക്കുന്ന കരങ്ങള്, ഉദാശ പരിക്രമം ചെയ്യുന്ന വിശുദ്ധ കരങ്ങള്, ബലിയർപ്പിക്കുന്ന വിശുദ്ധ ശരീരങ്ങളും കരങ്ങളും, അപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി വിശുദ്ധ കരങ്ങൾ മോശയെ പോലെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന, ദൈവബന്ധമുള്ള, ദൈവത്തോട് കൂടിയായിരിക്കുന്ന അനേക വൈദികരും ഇടയന്മാരും സന്യസ്തരും സഭയിൽ ഉണരണം. വലിയ ത്യാഗത്തോടെ പ്രാർത്ഥിക്കാം. എളുപ്പം തന്നെ അതിനുവേണ്ടി താല്പര്യമുള്ള അനേകം വിശുദ്ധ ദൈവവിളികൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കാം. നല്ല ദൈവവിളികൾക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല തമ്പുരാനെ, അങ്ങയുടെ വിളിക്കപ്പെട്ട വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് കൂട്ടിയതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളും ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ സാന്നിധ്യങ്ങളുമായിട്ട് അങ്ങ് നൽകിയ എല്ലാ വൈദികർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം ആ വിധത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൂദാശകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ശക്തമായ സാന്നിധ്യത്തിലൂടെ ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളെ കൃപയിൽ വളർത്തുവാൻ, പിശാചിന്റെ സ്വാധീനങ്ങൾ തകർത്തെറിയുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന വൈദികരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുമ്പോൾ, കർത്താവേ, അങ്ങയുടെ വൈദികർ അങ്ങയോട് കൂടി ആയിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ. ആ വലിയ അഭിഷേകവും ആ ഒരു വലിയ കൃപയും നൽകി ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെ ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ, വചനം പ്രസംഗിക്കുവാൻ, കർത്താവെ, പിശാചുകളെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരവും ശക്തിയും സ്വന്തമാക്കിക്കൊണ്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അങ്ങയുടെ മനസ്സറിഞ്ഞ് പൂർത്തിയാക്കാൻ അങ്ങയുടെ അഭിഷിക്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് സാത്താൻ പല മേഖലകളിലും അങ്ങയോട് കൂടി ആയിരിക്കാൻ ഇടയാകാത്ത വിധം പല മേഖലകളില്, വ്യാപാരങ്ങളില്, ബിസിനസ്സുകളില്, പല ശുശ്രൂഷകളില് ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെയും സന്യസ്തരെയും അഭിവന്യ പിതാക്കന്മാരെയും കുടുക്കിയിട്ടുണ്ട്. കർത്താവേ, അങ്ങയോട് കൂടി ആയിരിക്കുന്ന വലിയ ഇടയന്മാരുണരട്ടെ. വലിയ ഇടയനായ, നല്ല ഇടയനായ അങ്ങയുടെ ഹൃദയമറിഞ്ഞ് അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുന്ന, ആളുകൾക്ക് വേണ്ടി നല്ല ഇടയന്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന നല്ല ഇടയന്മാരാക്കി ഞങ്ങളുടെ വൈദികരെ, സമർപ്പിതരെ അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൗരോഹിത്യത്തെയും ഞാൻ പങ്കുചേരുന്ന പൗരോഹിത്യ കൂട്ടായ്മയിലുള്ള എല്ലാ വൈദികരെയും, എല്ലാ സന്യസ്തരെയും, എല്ലാ സമർപ്പിതരെയും തിരുമുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണം. ഞങ്ങളുടെ പൗരോഹിത്യത്തെ, ഞങ്ങളുടെ സമർപ്പണ ജീവിതത്തെ, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ, ഞങ്ങളങ്ങ് ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ മേഖലകളെയും അവിടുന്ന് ആശീർവദിക്കണമേ, വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ, പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരവും ശക്തിയും കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പിശാചിന്റെ അടിമകളായി തീരാതെ, പാപത്തിന്റെ പിടിപ്പെട്ട് പിശാചിന്റെ അടിമകളും വക്താക്കളുമായി തീരാതെ അവനെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ശക്തരായ സാന്നിധ്യങ്ങളായിട്ട് മാറട്ടെ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എല്ലാ വൈദികരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, എല്ലാ സന്യസ്തരെയും കർത്താവിൻ്റെ കരങ്ങൾക്ക് പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂച്ചപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രദ്ധമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോക തന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പല സമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും, പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദിക രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങളുടെ സന്യസ്തരെ കാത്തുകൊള്ളണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലവും വിശുദ്ധവുമായി കാത്തു സൂക്ഷിക്കണമേ. ആമേൻ. നല്ല ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിലേക്ക് എല്ലാ വൈദികരെയും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഞങ്ങളുടെ വൈദികർക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. അങ്ങ് വിളിച്ച വിളിയോട് വിശ്വസ്തത പുലർത്തി അങ്ങയോട് കൂടിയായിരുന്നു അങ്ങയുടെ മനസ്സറിഞ്ഞ് അങ്ങയുടെ ശക്തി സ്വന്തമാക്കി അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ നിറച്ച് എല്ലാ വൈദികരും സമർപ്പിതരും ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കൃപയുടെ ഉപകരണങ്ങളായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് ഈശോയെ എല്ലാ വൈദികരെയും സമർപ്പിതരെയും ഇടയന്മാരെയും ആശീർവദിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വൈദികർക്കും ഇടയന്മാർക്കും സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ വലിയൊരു അനുഗ്രഹം, അച്ഛൻ ഇന്നലെ പറഞ്ഞു, വലിയൊരു അനുഗ്രഹം നമ്മുടെ മക്കളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കർത്താവ് ചൊരിയും. കർത്താവിൻ്റെ മനസ്സറിഞ്ഞാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ വൈദികരെ കൂടുതൽ ശക്തീകരിക്കാൻ, ഉണർത്താൻ, അഭിഷേകത്തിൽ കത്തിച്ചൊലിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. അതിനാൽ തന്നെ നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ഈശോ അനുഗ്രഹിക്കും. ഈശോയെ, അങ്ങയുടെ വാഗ്ദാനം പോലെ ഈ അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞുകൊണ്ട് അങ്ങയുടെ ഈ മക്കളെല്ലാവരെയും ആശീർവദിക്കണമേ. ഇവരുടെ മക്കളെ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പ്രാർത്ഥനയോടെ ആശീർവാദത്തിനോട് ഒരുങ്ങാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും എല്ലാ വൈദികരിലേക്കും സന്യസ്തലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അനുഗ്രഹം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ, ഞങ്ങളുടെ വൈദികരെ സമർപ്പിതരെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആ ഹൃദയത്തിലെ സ്നേഹവും സമാധാനവും സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ പിന്നാലെ പോകാതെ, ലൗകികരുടെ പിന്നാലെ പോകാതെ അങ്ങയോട് ചേർന്ന് നിന്ന് സമാധാനവും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക്, വൈദികർക്കെല്ലാം സമർപ്പിതർക്കെല്ലാം ഇടയാകട്ടെ. ഈശോയെ,